ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 7ന്റെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ ട്രാൻസ്വേഴ്സൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് പഠിച്ചു, പാരലൽ ലൈൻസ് പഠിച്ചു ഇല്ലേ? ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് വെച്ചാൽ രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നു. അതുപോലെ പാരലൽ ലൈൻ എന്ന് വെച്ചാൽ രണ്ട് സമാന്തര ലൈൻസ് അല്ലേ? ഒരിക്കലും ഒരിടത്ത് വെച്ചും അത് മീറ്റ് ചെയ്യുന്നില്ല, സമാന്തരമായിട്ട് കടന്നു പോകുന്നു. അതാണ് പാരലൽ ലൈൻസ്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്വേഴ്സൽ എന്താണെന്നാണ്. ട്രാൻസ്വേഴ്സൽ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: എ ലൈൻ ഇന്റർസെക്ട്സ് ടു ഓർ മോർ ലൈൻസ് അറ്റ് ഡിസ്റ്റിന്റ് പോയിന്റ്. അതായത് ഒരു ലൈൻ വേറെ രണ്ടോ അതിൽ കൂടുതലോ ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്നു ഡിസ്റ്റിന്റ് പോയിന്റിൽ. ആ ലൈനെ വിളിക്കുന്ന, ആ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. രണ്ട് ലൈനെ മറ്റൊരു ലൈൻ, രണ്ട് ലൈനാകാം, മൂന്ന് ലൈനാകാം, മോർ ദാൻ ടു ഓർ മോർ ദാൻ അല്ലേ, ടു. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ലൈനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നു. ഡിസ്റ്റന്റ് പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്കൊന്ന് വരയ്ക്കാം. എന്താണ് ഇന്റർസെക്റ്റിംഗ് ലൈൻ? ഞാനിവിടെ ഒരു ലൈൻ എല്ല് വരച്ചു, മറ്റൊരു ലൈൻ എം വരച്ചു അല്ലേ? എല്ലും എമ്മും രണ്ട് ലൈനാണ്, പാരലൽ ലൈൻ അല്ല, ഇന്റർസെക്റ്റിംഗ് ലൈനാണ് ഇത് അല്ലേ? എവിടെയെങ്കിലും ഒക്കെ വെച്ചിത് മീറ്റ് ചെയ്യും. ആ ഒരു ലൈനാണ്, രണ്ട് ലൈനാണ്. ഇതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ കണ്ടല്ലോ, ഈ ലൈന് ഞാൻ പി എന്ന പേര് കൊടുക്കുന്നു. ലൈൻ എല്ലിനെയും എമ്മിനെയും കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈൻ, ലൈൻ പി. രണ്ട് ഡിസ്റ്റന്റ് പോയിന്റിൽ ആണ് അത് ഇന്റർസെക്ട് ചെയ്തേക്കുന്നത്. സോ ലൈൻ പി യെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. എന്താണ് ട്രാൻസ്വേഴ്സൽ? അതായത് രണ്ട് ലൈന് അല്ലെങ്കിൽ മൂന്ന് ലൈനാകാം, എത്ര വേണേലും ആകാം. മൂന്ന് ലൈനെ കട്ട് ചെയ്ത് എല്ലാം എന്നെന്ന് കൊടുക്കാം, ലൈൻ എന്നെന്ന് കൊടുക്കാം പേര്. അപ്പൊ ഈ മൂന്ന് ലൈനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുന്നു, പി എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്യുന്നു. ഈ കട്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. മനസ്സിലായല്ലോ? എന്നാൽ നമുക്കിവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, രണ്ട് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് പാരലൽ ലൈനിൽ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആണ് നമുക്ക് വേണ്ടത്. എന്താണ്? രണ്ട് പാരലൽ ലൈനിൽ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ. അതായത് ട്രാൻസ്വേഴ്സൽ ഓഫ് പാരലൽ ലൈൻസ്. പാരലൽ ലൈനിലെ ട്രാൻസ്വേഴ്സലിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുകയാണ്. രണ്ട് പാരലൽ ലൈൻസ് കണ്ടല്ലോ, ലൈൻ എൽ എം. അതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് ഞാൻ വരച്ചേക്കുന്നത്, ലൈൻ പി. എല്ലും എമ്മും രണ്ട് പാരലൽ ലൈൻസ് ആണ്. എല്ലും എമ്മും എന്താണ്? രണ്ട് പാരലൽ ലൈൻസ് ആണ്. മീൻസ് ഒരിടത്ത് വെച്ചും അത് മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ രണ്ട് പാരലൽ ലൈനിലാണ് ഞാൻ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്തേക്കുന്നത്. നോക്കുക, ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്തപ്പോൾ എത്ര ആംഗിൾ ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത് നോക്കുക. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു, ഇവിടെയും ഫോം ചെയ്യുന്നു. കാണുന്നുണ്ടല്ലോ? ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. നോക്കുക, അങ്ങനെ 8 ആംഗിൾസ് ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. നമുക്കൊന്ന് പേര് കൊടുക്കാം. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6, ആംഗിൾ 7, ആംഗിൾ 8. 8 ആംഗിൾസ് ആണ് രണ്ട് പാരലൽ ലൈനിൽ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്തപ്പോൾ ഫോം ചെയ്തേക്കുന്നത്. കാണുന്നുണ്ടല്ലോ? ഇനിയും ഈ ആംഗിൾസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കാം എന്താണ്. ഫസ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കറസ്പോണ്ടിങ് നമുക്കറിയാം. എന്താണ് കറസ്പോണ്ടിങ്? ഒരു ആംഗിളിന് സമാന്തരം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. മനസ്സിലായോ? അപ്പൊ നോക്കുക, ആംഗിൾ 1 എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ 5 എന്ന് പറയുന്നതും തമ്മിലുള്ള ബന്ധം നോക്കുക. അതായത് ആംഗിൾ 1 എന്ന് പറയുന്നത് ഈ എൽ എന്ന് പറയുന്ന ലൈനിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിലുമാണ് കിടക്കുന്നത്. അതേ പൊസിഷനിൽ കിടക്കുന്ന മറ്റൊരു ആംഗിൾ ആണ് ആംഗിൾ 5.
എം എന്ന് പറയുന്ന ലൈനിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നു. കണ്ടല്ലോ, ഒരേ പൊസിഷനിൽ കിടക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ 1ഉം ആംഗിൾ 5ഉം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ 1ഉം ആംഗിൾ 5ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഒരു പെയർ കറസ്പോണ്ടിങ് ആംഗിളിനെ കിട്ടി. അടുത്തത് നോക്കാം, ആംഗിൾ 2ന്റെയും ആംഗിൾ 6ന്റെയും പ്രത്യേകത. ആംഗിൾ 2 എന്ന് പറയുന്നത് ലൈനിന് മുകളിൽ കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നു. അതേപോലെ തന്നെയാണ് ആംഗിൾ 6 എന്ന് പറയുന്നത് ലൈനിന് മുകളിൽ കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നു. സെയിം പൊസിഷനിൽ കിടക്കുന്നു, ഇല്ലേ? സോ അതുകൊണ്ട് ആംഗിൾ 2ഉം ആംഗിൾ 6ഉം എന്താണെന്ന് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അടുത്തത് നോക്കുക, ആംഗിൾ 3 ആംഗിൾ 7 ലൈനിന് താഴെ കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നു. ലൈനിന് താഴെ കിടക്കുന്നു, ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ 3 ആൻഡ് ആംഗിൾ 7 ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി ഏതാണ്? ആംഗിൾ 4 ആംഗിൾ 8. 4 എന്ന് പറയുന്ന ആംഗിൾ ലൈനിന് താഴെയാണ്, ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിലാണ്. അതേ പൊസിഷനിൽ കിടക്കുന്നതാണ് ആംഗിൾ 8. അതുകൊണ്ട് നമുക്ക് ആംഗിൾ 4നെയും ആംഗിൾ 8നെയും നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? രണ്ട് പാരലൽ ലൈനിൽ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുക, അടുത്തത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അടുത്ത ഏതാണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്താണ്? ഓൾട്ടർനേറ്റ് നമുക്കറിയാലേ, ഓൾട്ടർനേറ്റ് ഇടവിട്ടില്ലേ, ഒരു ലൈനിന് അപ്പുറവും ഇപ്പുറവും പോകുന്ന ആംഗിൾസിനെയാണ് ഓൾട്ടർനേറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്റീരിയർ ആംഗിൾസ് ഏതാണെന്ന് നോക്കാം. ഇന്റീരിയർ ആയിട്ട് എന്ന് വെച്ചാൽ ഈ ലൈനിന് അകത്ത് കിടക്കുന്ന ഈ ആംഗിൾസ്, ആംഗിൾ 3 ആംഗിൾ 4 ആംഗിൾ 5 ആംഗിൾ 6, ഈ 4 ആംഗിളിനെയാണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്, ആംഗിൾ 1 ആംഗിൾ 2 ആംഗിൾ 7 ആംഗിൾ 8. വെളിയിൽ കിടക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് നോക്കുക, ഈ ലൈനിന് അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 6. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ പേർ ഏതൊക്കെയാണ്? ആംഗിൾ 3ഉം ആംഗിൾ 6ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് പറയാം. ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? ആംഗിൾ 4ഉം ആംഗിൾ 5ഉം, ആംഗിൾ 3ഉം ആംഗിൾ 6ഉം ഓൾട്ടർനേറ്റ് ആണ്. ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. മനസ്സിലായല്ലോ? ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്, നമുക്കിപ്പോ നോക്കണ്ട. ഇതാണ് എക്സ്റ്റീരിയർ, ഓൾട്ടർനേറ്റ് കിടക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ 2ഉം ആംഗിൾ 7ഉം ആംഗിൾ 1ഉം ആംഗിൾ 8ഉം. മനസ്സിലായല്ലോ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ. സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ. അടുത്തത് ഏതാണ്? ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ്, പെയർ ഓഫ് ആംഗിൾസ്. ഇനി നോക്കാം, ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ഇന്റീരിയർ ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ. ഇന്റീരിയർ ആംഗിൾസ് എന്ന് വേണം പറയാം. അതായത് ഈ രണ്ട് ലൈനും ഇടയ്ക്കുള്ള ആംഗിൾസ് ആണ് ഇന്റീരിയർ. ട്രാൻസ്വേഴ്സലിന് സെയിം സൈഡ്, ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സലിന് സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5. ഒരു പെയർ കിട്ടി, ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5. അടുത്ത പെയർ അടുത്ത സൈഡിൽ കിടക്കുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ 4 ആൻഡ് ആംഗിൾ 6. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് പാരലൽ ലൈനിൽ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് പറഞ്ഞു. കറസ്പോണ്ടിങ് ആംഗിൾ മീൻസ് സെയിം പൊസിഷനിൽ, കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്ന ആംഗിൾസ്. രണ്ടാമത് എഴുതിയത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ ആയിട്ട് കിടക്കുന്ന ആംഗിൾസിനെയാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പേഴ്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസിന്റെ പേഴ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്.
മനസ്സിലായല്ലോ? ആംഗിളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് 2-3 പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. 3 പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. 2 പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ 3 പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 3 പ്രോപ്പർട്ടി വെച്ചാണ് പ്രോബ്ലം ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് നമ്മളിപ്പം കുറെ കറസ്പോണ്ടിങ് ആംഗിൾസിനെ കണ്ടുപിടിച്ചു, ഇല്ല, പെയേഴ്സ് കണ്ടുപിടിച്ചു. ഈ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആംഗിളിന്റെ പെയേഴ്സ് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, എന്താണ്? ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ 5. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5 എന്ന് എഴുതാം. എന്താണ്? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5 എന്ന് എഴുതാം. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 എന്ന് എഴുതാം. ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 7 എന്ന് എഴുതാം. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 8 എന്ന് എഴുതാം. എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് പരസ്പരം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 5ഉം എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 2 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 6ഉം എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 3 60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 7 എന്തായിരിക്കും? 60 ഡിഗ്രി. ആംഗിൾ 4 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 8 എന്തായിരിക്കും? 50 ഡിഗ്രി. കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആംഗിൾ മെഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ് നമ്മൾ പഠിച്ചായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നോക്കുക, ആംഗിൾ 3യുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ആംഗിൾ 6. ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 എന്ന് എഴുതാം. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 5 എന്ന് എഴുതാം. ആംഗിൾ 3 60 ആണെങ്കിൽ ആംഗിൾ 6ഉം എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 4 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 5ഉം എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് കിടക്കുന്ന ആംഗിളിന്റെ മെഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. നമ്മൾ പഠിച്ചതാണ് സപ്ലിമെന്ററി ആംഗിൾസ് എന്താണെന്നില്ലേ? 2 ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് സപ്ലിമെന്ററി ആംഗിൾസ് ആണെന്നില്ലേ? 2 ആംഗിളിന്റെ മെഷർ സം എന്തായിരിക്കണം? മെഷേഴ്സിന്റെ സം എന്തായിരിക്കണം? 180. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ കിടക്കുന്ന ആംഗിളിന്റെ സം എന്തായിരിക്കും? സപ്ലിമെന്ററി മീൻസ് 180. അതായത് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 5, 2 ആംഗിൾ കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 180 ഡിഗ്രി ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180. അതേപോലെ ഈ സൈഡിൽ കിടക്കുന്ന ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 എന്തായിരിക്കും? 180 ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പ്രോപ്പർട്ടി. ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. രണ്ടിന്റെയും കൂടെ സം എന്ത് കിട്ടും? 180 കിട്ടും. ഇതാണ് നമ്മളോട് പ്രോപ്പർട്ടി പറയുന്നത്. മനസ്സിലായല്ലോ എന്താ പ്രോപ്പർട്ടി എന്ന്? ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ 2 പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് പഠിച്ചത്. ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 8 ആംഗിൾ ആണ് ഫോം ചെയ്തേക്കുന്നത് ഇവിടെ. ഈ 8 ആംഗിളിനും പ്രത്യേകതകൾ പറഞ്ഞു. ഫസ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്. സെക്കൻഡ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട്. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്. പിന്നെ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ, അല്ലേ? ട്രാൻസ്വേഴ്സിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസും ഉണ്ട്. ഇവയെ ബന്ധപ്പെടുത്തിയുള്ള പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞേക്കുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. മൂന്നാമത് ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. സെയിം സൈഡിൽ കിടക്കുന്ന ആംഗിളിന്റെ സം എന്തായിരിക്കും? 180. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് പാരലൽ ലൈനെയും ട്രാൻസ്വേഴ്സലിനെ കുറിച്ചും നമുക്ക് പഠിക്കാനോ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനിയും അടുത്തതായിട്ട് അടുത്ത എക്സസൈസ് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ?